അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സേമിയ കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ് തയ്യാറാക്കിയാലോ. ജലാറ്റിനോ ചൈന ഗ്രാസോ കസ്റ്റർഡ് പൗഡറോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അരക്കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് വറക്കാത്ത സേമിയ ആയതുകൊണ്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾ വറുത്ത സേമിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു സ്പൂൺ ഒന്ന് മാറ്റി വെക്കണം. പുഡിങ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കവർ പാല് 500 ml പാൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് സേമിയ നന്നായിട്ട് വെന്ത് കിട്ടണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന അളവനുസരിച്ചിട്ട് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിൽ 1/4 കപ്പ് വെള്ളവും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് തിളച്ച് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒരല്പം പാലെടുത്തിട്ട് അതിൽ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം നന്നായിട്ട് കട്ടിയൊന്നുമില്ലാണ്ട് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. തിളച്ച് വരുന്ന ടൈമിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സേമിയ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തോന്നറിയാൻ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് പാല് കോൺഫ്ലവർ മിക്സാക്കിയത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്ന ടൈമിൽ നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാണ് കറക്റ്റ് പാകം. അപ്പോൾ ഇതൊന്ന് തണുക്കുന്ന ടൈമിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ വശവും ഒരേപോലെ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പൊടിച്ച നട്ട്സൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 3 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നല്ല രുചിയുള്ള ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണിത്. പാർട്ടികളിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.